പെരുമ്പറമ്പ് മേഖലയിൽ കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പെരുമ്പറമ്പ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ വാട്ടർ അതോറിറ്റിയുടെ മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 25 ദിവസത്തോളമായി ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതായിട്ട്. സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സുരേഷ് പൊൽപാക്കര ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു ധർണ നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച നേതാക്കന്മാർ വിശദീകരിച്ചു. വാസ്തവത്തിൽ ഇങ്ങോട്ട് വരുന്നത് വരെ ഈ സമരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ടിക്കറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്പം മുന്നേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ശ്രീമതി രേഖ പി നായരുമായി സംസാരിച്ച് അതിനുശേഷം അവർ തന്നെ എയെ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ടാപ്പിൻ്റെ പ്രശ്നങ്ങളും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും എത്രയും വേഗത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൂചന ധർണ സമരമാക്കി ഇതിനെ നമ്മൾ മാറ്റി. കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി.എം. മനീഷ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് തുറയാറ്റിൽ, ടി.പി. ശ്രീജിത്ത്, പി.പി. ചക്കൻകുട്ടി എന്നിവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റി ധർണാ സമരത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കൊല്ലം എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 2 കൊല്ലം കഴിഞ്ഞ 2022 ജോയിൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പിക്കറ്റിങ്ങും ധർണയൊന്നും കണ്ടിട്ടില്ല. അപ്പം അതിൽ തന്നെ മനസ്സിലാവും അന്നൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കൂടാതെ KSEBയുടെ വോൾട്ടേജ് വ്യതിയാനം, പിന്നെ ഡ്രിപ്പാവണം, പമ്പ് സെറ്റ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. നമുക്കെല്ലാം പറഞ്ഞ് എല്ലാവരും ഇതാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വെള്ളം വേണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഓരോ പഞ്ചായത്തിലാണ് നമ്മൾ കൊടുത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ എക്സി പറയും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാതും ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലും പൂർണ്ണമല്ലെങ്കിലും ഒരുവിധം എല്ലാ രീതിയിലും വെള്ളം എത്തിക്കാനുള്ള നടപടി എടുക്കുന്നത്. ഉടനെ തന്നെ പെരുമ്പറമ്പ് മേഖലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുമെന്നും അറിയിച്ചതോടുകൂടി സമരം അവസാനിപ്പിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രേഖ പി നായർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.